ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഹസീൻ ദിൽരുബ എന്ന ഹിന്ദി മൂവിയാണ്. മൂവിയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നായികയായ റാണി തെരുവിലെ നായ്ക്കൾക്ക് ഇറച്ചി കഷ്ണങ്ങൾ ഇട്ടുകൊടുക്കുന്നതാണ്. ആ സമയത്ത് ബാക്കിലുള്ള അവളുടെ വീട്ടിൽ വലിയൊരു സ്ഫോടനം നടക്കുകയും അവൾ പേടിച്ച് അവിടേക്ക് പോയി നോക്കുന്നതും കാണാം. ആ സമയത്ത് അവരുടെ വീടിന്റെ പുറകിലുള്ള നദിയിലൂടെ ആരോ നീന്തി പോകുന്നുണ്ട്. സ്ഫോടനം നടക്കുന്ന സമയത്ത് റാണിയുടെ ഹസ്ബൻഡ് ഋഷു വീട്ടിലുണ്ടായിരുന്നു. അവൾ ഋഷു എന്ന് വിളിച്ചുകൊണ്ടാണ് വീടിനുള്ളിലേക്ക് കയറി ചെല്ലുന്നത്. അവിടെ എല്ലാം തന്നെ പുകയും തീയുമായിരുന്നു. അവളുടെ പേര് പച്ച അവളുടെ ഹസ്ബൻഡിന്റെ കൈയുടെ ഒരു കഷ്ണം അവിടെ കിടക്കുന്നത് അവൾ കാണുന്നു. പിന്നീട് കാണിക്കുന്നത് പോലീസുകാർ വന്നിട്ട് അതെല്ലാം അന്വേഷിക്കുന്നതായിരുന്നു. ബോഡി പൂർണ്ണമായിട്ടും കത്തിക്കരിഞ്ഞിരിക്കുകയാണ്. തലയോട്ടി പരിശോധിച്ചപ്പോൾ മരിക്കുന്നതിന് മുൻപ് തന്നെ ആരോ തലക്കടിച്ച് പരിക്കേൽപ്പിച്ചതായിട്ട് പാടുണ്ടായിരുന്നു. കത്തി നശിക്കാത്തതായിട്ട് റാണിയുടെ പേര് കുത്തിയ ആ ഒരു കൈയുടെ ഭാഗം മാത്രമേ അവർക്ക് കിട്ടിയുള്ളൂ. ബ്ലാസ്റ്റ് നടന്നിരിക്കുന്നത് വൈകുന്നേരം 4 മണിക്കും 4:30ക്കും ഇടയ്ക്കായിരുന്നു. തലയ്ക്ക് ക്ഷതമേറ്റ് മരിച്ച ശേഷമാണ് ഈ ബ്ലാസ്റ്റ് നടന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇത് കൊലപാതകമാണെന്ന് പോലീസുകാർ ആദ്യം തന്നെ നിഗമനത്തിലെത്തുന്നു. ഇനിയൊരു ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത്. നമ്മുടെ നായകനായ ഋഷു ആകട്ടെ നായിക റാണിയെ പെണ്ണ് കാണാൻ പോകുന്ന സീൻ. റാണിയെ കണ്ട മാത്രയിൽ തന്നെ ഋഷുവിന് ഒരുപാട് ഇഷ്ടമായി. റാണി ഒരു ബ്യൂട്ടി പാർലറിൽ ജോലിക്ക് നിന്നിട്ടുണ്ട്. അവൾക്ക് ആ ജോലികളെല്ലാം നന്നായിട്ട് അറിയാം. എനിക്ക് വീട്ടുജോലികളൊന്നും നന്നായിട്ട് അറിയില്ല എന്ന് അവൾ ഋഷുവിനോട് പറയുന്നു. ഋഷു ഒരു ഗവൺമെന്റ് ഓഫീസിലെ എഞ്ചിനീയർ ആണ്. റാണി ക്രൈം നോവൽസ് വായിക്കാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന പെൺകുട്ടിയാണ്. ദിനേശ് പണ്ഡിറ്റ് എന്ന് പറയുന്ന ആളുടെ ബുക്സ് ആയിരുന്നു അവൾ ഏറ്റവും കൂടുതൽ വായിച്ചിട്ടുള്ളത്. അയാളുടെ ബുക്കുകൾ വായിച്ചിട്ടുണ്ടോ എന്ന് അവനോട് ചോദിക്കുന്നു. അവൻ അയാളെ പറ്റി അധികം അറിയില്ലായിരുന്നു. ഋഷുവിന് റാണി ഒരുപാട് ഇഷ്ടമായി. അതുകൊണ്ട് ഈ വിവാഹം തന്നെ നടത്തിയാൽ മതി എന്ന് അവൻ പറയുന്നു. എന്നാൽ അവന്റെ അമ്മയ്ക്ക് റാണിയെ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അവൾ കുറച്ച് മോഡേൺ ആണ്, ഹോംലി അല്ല എന്നൊക്കെ അവർക്ക് തോന്നാൻ തുടങ്ങിയിരുന്നു. എന്നാൽ ഈ കല്യാണം തന്നെ മതി എന്ന് പറഞ്ഞ് ഒറ്റ നിൽപ്പായിരുന്നു ഋഷു. അത് കാരണം അവസാനം അവർക്ക് സമ്മതിക്കേണ്ടി വരുന്നു. അങ്ങനെ അവൻ കല്യാണത്തിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. അവൾക്ക് വേണ്ടിയിട്ട് അവന്റെ ലുക്ക് പോലും അവൻ മാറ്റിയിരുന്നു. അവൾ ഇഷ്ടപ്പെടുന്ന ദിനേശ് പണ്ഡിറ്റ് ബുക്കുകൾ വാങ്ങിച്ച് വായിക്കാൻ തുടങ്ങിയവൻ. വിവാഹത്തിന് മുൻപ് തന്നെ അവളുടെ പേര് അവന്റെ കയ്യിൽ അവൻ പച്ചകുത്തിയിരുന്നു. അങ്ങനെ ഋഷുവിന്റെ അമ്മയ്ക്ക് വലിയ താല്പര്യമില്ലഞ്ഞിട്ട് പോലും അവരുടെ വിവാഹം വളരെ നല്ല രീതിയിൽ തന്നെ കഴിഞ്ഞു. കഥ വീണ്ടും പ്രസന്റിലേക്ക് വരികയാണ്. ഋഷുവിന്റെ മരണം അന്വേഷിക്കുന്നത് കിഷോർ എന്ന് പറയുന്ന പോലീസുകാരനായിരുന്നു. 2 മാസമായിട്ട് റാണിയെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ചോദ്യം ചെയ്യുമായിരുന്നു. എന്നാൽ ഇന്നെങ്കിലും അവളോട് സത്യം തുറന്നു പറയാൻ കിഷോർ പറയുന്നുണ്ട്. അന്വേഷണം എല്ലാം കഴിഞ്ഞ് പോലീസുകാർ പറഞ്ഞുകൊണ്ടിരുന്നത് റാണി തന്നെയാണ് അവളുടെ ഹസ്ബൻഡിനെ കൊന്നതെന്നാണ്. അതെങ്ങനെയെന്ന് മാത്രം പറഞ്ഞാൽ മതിയെന്ന് അവളോട് പറയുന്നുണ്ട്. എന്നാൽ താനല്ല തന്റെ ഹസ്ബൻഡിനെ കൊന്നതെന്ന് അവൾ ആവർത്തിച്ച് പറയുന്നു. ഋഷുവിനും അവൾക്കിടയിൽ എങ്ങനെയുള്ള റിലേഷൻഷിപ്പ് ആയിരുന്നു എന്ന് അയാൾ ചോദിക്കുന്നു. എല്ലാ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലും ഉള്ളതുപോലെ ഞങ്ങൾക്കിടയിൽ സ്നേഹവും ഉണ്ടായിരുന്നു, ഇടയ്ക്കൊക്കെ വഴക്കുമുണ്ടായിരുന്നു. ഇനി കഥ പാസ്റ്റിലേക്ക് കാണിക്കുന്നു. അവരുടെ വിവാഹം കഴിഞ്ഞ് ഋഷുവിന്റെ നാടായ ജ്വാലാപൂറിലേക്ക് അവർ വന്ന് ട്രെയിൻ ഇറങ്ങുകയായിരുന്നു. ആ ട്രെയിനിലുണ്ടായിരുന്ന മറ്റു ജോഡികളൊക്കെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് അവരുടെ കൂട്ടുകാര് ബാൻഡ് മേളവുമായിട്ടാണ് വന്നിരുന്നത്. എന്നാൽ ഋഷുവിനെ സ്വീകരിക്കാൻ വേണ്ടി ആരും വന്നിട്ടുണ്ടായിരുന്നില്ല. അവന്റെ ഒരു ഫ്രണ്ട് കാറുമായിട്ട് വന്നാണ് അവരെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. അവർ വീട്ടിലേക്ക് ചെന്ന് കയറുമ്പോൾ നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ടായിരുന്നു. അവൾക്ക് നല്ല രീതിയിൽ സ്വീകരണമൊന്നും കിട്ടാത്ത കാരണം അവൾക്ക് അതിന്റെ ദേഷ്യമുണ്ടായിരുന്നു. അവൾ പെട്ടെന്ന് തന്നെ പോയി ഡ്രസ്സൊക്കെ മാറുന്നു. ആ സമയത്ത് ഉള്ളിലേക്ക് മഴവെള്ളം വീഴുന്നുണ്ട്. അവൾ ഇറങ്ങി വരുമ്പോൾ ഋഷു ആകട്ടെ തറയിൽ വീണ മഴവെള്ളം എല്ലാം തുടച്ചു കളയുകയായിരുന്നു. എന്നാൽ അവൾ അതൊന്നും ശ്രദ്ധിക്കാതെ അവനെ ഹെൽപ്പ് പോലും ചെയ്യാതെ പോയി കിടന്നുറങ്ങുകയാണ് ചെയ്യുന്നത്. അവരുടെ ആദ്യ രാത്രിയിൽ മര്യാദയ്ക്കൊന്നും സംസാരിക്കുക പോലും ചെയ്യാതെ അവൾ കിടന്നുറങ്ങുന്ന കണ്ടിട്ട് അവനും വിഷമം തോന്നി. അങ്ങനെ പിറ്റേന്ന് രാവിലെ ഋഷു ഉൾപ്പെടെ എല്ലാവരും എഴുന്നേറ്റിട്ടും റാണി മാത്രം ഉറക്കം എഴുന്നേറ്റിട്ടുണ്ടായിരുന്നില്ല. സമയം 10:45 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഋഷുവിന്റെ അമ്മയാകട്ടെ ആകെ ദേഷ്യത്തിലിരിക്കുകയാണ്. കുറച്ചു കഴിയുമ്പോൾ റാണി റെഡിയായി വരുന്നുണ്ട്. അവൾ ചായ എടുക്കാൻ നോക്കുമ്പോൾ അതിലൊട്ടും തന്നെ ചായ ഉണ്ടായിരുന്നില്ല. താൻ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഋഷു പോകാൻ തുടങ്ങിയതും അവന്റെ അമ്മ അവനെ പിടിച്ചിരുത്തുന്നു. എന്നിട്ട് റാണിയോട് അവർ പറയുന്നുണ്ട്, അടുത്തുള്ള വീട്ടിലെ സ്ത്രീകളെല്ലാം ഇന്ന് മോളെ കാണാൻ വരും, അതുകൊണ്ട് പോയി ചായ ഇട്ട് അവർക്ക് വേണ്ടി കുറച്ച് പക്കോട ഉണ്ടാക്കാൻ പറയുന്നു. എന്നാൽ അവള് പറയുന്നുണ്ട് തനിക്കതൊന്നും ഉണ്ടാക്കാൻ അറിയില്ല എന്ന്. മര്യാദയ്ക്ക് ഒരു ചായ പോലും ഇടാൻ എനിക്കറിയില്ല. എനിക്ക് ആകെ അറിയാവുന്നത് ബ്യൂട്ടി പാർലറിൽ ചെയ്യുന്ന ജോലികളാണ്. അതെല്ലാം ഞാൻ അടിപൊളിയായിട്ട് ചെയ്യുമെന്നും പറയുന്നു. ഇത് കേട്ടതും അവന്റെ അമ്മയ്ക്ക് ദേഷ്യം വരാൻ തുടങ്ങി. അവളുടെ വീട്ടുകാർ അവരോട് പറഞ്ഞത് അവൾക്ക് നല്ല രീതിയിൽ കുക്ക് ചെയ്യാൻ അറിയാമെന്നായിരുന്നു. അതിന്റെ പേരിൽ ഒന്നും രണ്ടും പറഞ്ഞ് റാണി അമ്മായിയമ്മയും തമ്മിൽ പ്രശ്നങ്ങൾ തുടങ്ങിയതോടുകൂടി ഋഷു പറയുന്നുണ്ട് ആരും ചായ ഉണ്ടാക്കണ്ട, താൻ പോയി ഉണ്ടായിക്കൊണ്ടുവരാമെന്ന്. അന്ന് രാത്രി ഋഷുവിനോട് അവൾ ചോദിക്കുന്നുണ്ട് എനിക്ക് മുൻപ് ആരെങ്കിലും ഇഷ്ടപ്പെട്ടിരുന്നോ എന്ന്. അവനൊരു പെൺകുട്ടിയെ പെണ്ണ് കാണാൻ പോയിരുന്നു. ആ പെൺകുട്ടി ഒരുപാട് ഇഷ്ടമായിരുന്നു. എന്നാൽ ആ പെൺകുട്ടി ഒരാളെ പ്രണയിക്കുന്ന കാരണം ആ വിവാഹം നടന്നില്ല. ഇത് കേട്ടതും റാണിക്ക് ദേഷ്യം വരാൻ തുടങ്ങി. ആൾക്കാർക്ക് പ്രണയിച്ച് കല്യാണം കഴിച്ചാൽ മാത്രമേ വിലയുള്ളൂ. ഒരു പണിയെടുക്കാതെ കഷ്ടപ്പെടാതെ എന്നെപ്പോലൊരു സുന്ദരിയായ പെൺകുട്ടിയെ അറേഞ്ച്ഡ് മാരേജിലൂടെ നിനക്ക് കിട്ടിയപ്പോൾ നിനക്ക് അതിനൊരു വിലയില്ല എന്ന് പറഞ്ഞിട്ട് അവനോട് വഴക്കിടുന്നു. ദിവസങ്ങൾ പോകും തോറും റാണിയും ഋഷുവിന്റെ അമ്മയും തമ്മിൽ ഓരോരോ പ്രശ്നങ്ങളായിരുന്നു. വീട്ടിലെ ജോലികളൊന്നും ചെയ്യാൻ അറിയില്ല എന്നും അതുകൊണ്ട് ബോറടിച്ചിട്ട് ഋഷുവിന്റെ അച്ഛന്റെ തല അവള് ഡൈ അടിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതൊന്നും തന്നെ ഋഷുവിന്റെ അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല. റാണിയെ ഇങ്ങനെ വിട്ടാ പറ്റില്ല എന്ന് ഋഷുവിനോട് അവന്റെ കൂട്ടുകാരനും പറയുന്നു. രാവിലെ താൻ എഴുന്നേക്കും തന്നെ ചായ കിട്ടണമെന്നും രാവിലെ എത്ര മണിക്ക് തനിക്ക് പൊറോട്ട കിട്ടണമെന്നും അങ്ങനെ എല്ലാ കാര്യങ്ങളും അവളെ കൊണ്ട് പറഞ്ഞു ചെയ്യിക്കണമെന്ന് അവനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അവന്റെ കൂട്ടുകാരൻ. അങ്ങനെ പിറ്റേന്ന് മുതൽ ഋഷു ആകട്ടെ റാണിയോട് സംസാരിക്കാൻ റെഡിയായി നിൽക്കുകയായിരുന്നു. അവളോട് രാവിലെ 6 മണിക്ക് തന്നെ ചായ വേണമെന്നും 9 മണിക്ക് ഫുഡ് വേണമെന്നൊക്കെ പറയാനിരിക്കുകയാണ്. എന്നാൽ അവൻ തന്നെ കൺട്രോൾ ചെയ്യാൻ പോവുകയാണെന്ന് മനസ്സിലാക്കിയ റാണിയാകട്ടെ അവൻ എന്തെങ്കിലും പറയാൻ
തുടങ്ങുമ്പോഴേക്കും അവൾ അവളുടെ സാരിയുടെ തുമ്പ് താഴേക്കിടുകയോ അല്ലെങ്കിൽ അവനെ വശീകരിക്കാൻ വേണ്ടി എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടേയിരുന്നു. അതൊക്കെ കാണുമ്പോഴേക്ക് ഋഷുവിന് അവളോട് കടുപ്പിച്ചൊന്നും തന്നെ പറയാൻ തോന്നിയില്ല. ഒരു കാര്യങ്ങളും വർക്കൗട്ട് ആവുന്നില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ അവന്റെ കൂട്ടുകാർ അവനോട് പറയുന്നുണ്ട്, ഒരു കാര്യം ചെയ്യും, നിങ്ങൾക്കിടയിൽ ഇതുവരെ ഒന്നും നടന്നിട്ടില്ലല്ലോ, അതുകൊണ്ട് ഇന്ന് രാത്രി എന്തെങ്കിലുമൊക്കെ നടക്കാൻ വേണ്ടി ശ്രമിക്കാൻ. റാണിയും തന്റെ കാര്യങ്ങളെല്ലാം അവളുടെ അമ്മയോടും ആന്റിയോടും ഷെയർ ചെയ്യുമായിരുന്നു. അവരുടെ നിർദ്ദേശപ്രകാരം അന്ന് രാത്രി അവൾ ഒരു സെക്സിന് വേണ്ടി തയ്യാറായി തന്നെയാണ് നിന്നിരുന്നത്. അങ്ങനെ അവർ കാര്യങ്ങളിലേക്ക് കടന്നെങ്കിലും വളരെ ചുരുങ്ങിയ സമയം മാത്രമേ ഋഷുവിന് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. റാണിക്ക് ഒരു രീതിയിലുള്ള സാറ്റിസ്ഫാക്ഷനും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അത് കാരണം അവൾക്ക് അവനോട് ദേഷ്യം തോന്നാൻ തുടങ്ങി. പിറ്റേന്ന് വെളുപ്പിനെ തന്നെ തലേന്ന് രാത്രിയിലത്തെ കാര്യങ്ങൾ എങ്ങനെയുണ്ടായിരുന്നു എന്നറിയാൻ വേണ്ടിയിട്ട് അവളുടെ അമ്മ അവളെ വിളിക്കുന്നുണ്ട്. എന്നാൽ അവനെ കൊണ്ട് അതിനൊന്നും പറ്റില്ല എന്നും കുറച്ച് സമയം കൊണ്ട് എല്ലാം കഴിഞ്ഞു എന്നും പറഞ്ഞിട്ട് അവനെ കുറിച്ച് മോശമായിട്ട് ഓരോന്ന് പറയാൻ തുടങ്ങിയിരുന്നു. ഇതെല്ലാം ബാത്റൂമിൽ നിന്ന് ഋഷു കേൾക്കുന്നു എന്നുള്ള കാര്യം അവൾക്ക് അറിയില്ലായിരുന്നു. ഇതെല്ലാം കേട്ട ഋഷു ആകെ സങ്കടത്തിലായി. അത് കാരണം പിന്നീട് അങ്ങോട്ട് അവൻ റാണിയെ മൈൻഡ് പോലും ചെയ്യാതെയായി. അവൾ അവനോട് സംസാരിക്കാൻ വരുമ്പോഴെല്ലാം തന്നെ അവൻ ഒഴിഞ്ഞു മാറി. ഒരു ദിവസം രാത്രി അവൾ ഉറങ്ങിയെന്ന് കരുതിയിട്ട് അവൻ റൂമിലേക്ക് വരികയായിരുന്നു. അവൾ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. തന്നോട് എന്താ അകൽച്ച കാണിക്കുന്നതെന്ന് അവൾ കാര്യം തിരക്കുന്നു. നീ നിന്റെ അമ്മയോട് എന്നെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ കേട്ടു എന്ന് അവൻ പറയുന്നുണ്ട്. നീ വിവാഹം കഴിക്കാൻ പോകുന്ന ആളെ കുറിച്ച് നിനക്ക് ഒരുപാട് സങ്കല്പങ്ങൾ ഉണ്ടായിരുന്നു എന്ന് എനിക്കറിയാം. പക്ഷെ നീ സങ്കല്പിച്ചു വെച്ചിരിക്കുന്ന ആളെ പോലൊന്നും ആകാൻ എനിക്ക് കഴിയില്ല. അത്രയും ക്വാളിറ്റീസ് ഒന്നും എന്റെ ഉള്ളിലും ഇല്ല. ഞാനൊരു സാധാരണ വ്യക്തിയാണെന്ന് പറഞ്ഞിട്ട് അവൻ ബാത്റൂമിലേക്ക് കയറി പോകുന്നു. അവന്റെ സംസാരം എല്ലാം കേട്ടപ്പോൾ താൻ അവനെ ഒരുപാട് ഹേർട്ട് ചെയ്തു എന്ന് റാണിക്കും തോന്നി. പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങളിലൊന്നും തന്നെ അവളുമായിട്ട് അവൻ സംസാരിക്കാറേയില്ലായിരുന്നു. രാത്രി പോലും അവൻ വീട്ടിൽ താമസിച്ചാണ് വന്നുകൊണ്ടിരുന്നത്. വിവാഹശേഷം ഹണിമൂണിനും ഗോവയിലേക്ക് പോകാൻ വേണ്ടി ഇരുന്നതായിരുന്നു അവർ. ഇവർ പരസ്പരം സംസാരിക്കാത്ത കാരണം അവൻ അതിനെപ്പറ്റി പിന്നീട് ഒന്നും തന്നെ അവളോട് പറഞ്ഞതുമില്ല. രാത്രിയിൽ ഒരു കോച്ചിങ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവൻ പോകുമായിരുന്നു. ഒരു ദിവസം റാണി അതുവഴി പോകുമ്പോൾ അവൻ ക്ലാസ്സിലെ ഒരു പെൺകുട്ടിയോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന കണ്ടിട്ട് അവൾക്ക് ദേഷ്യം വരുന്നു. അവൾ നേരെ പോയി ആ പെൺകുട്ടിയോട് പറയുന്നുണ്ട്, വിവാഹം കഴിഞ്ഞിട്ട് ഒരു മാസമേ ആയിട്ടുള്ളൂ. ആ ഒരു മാസത്തിന്റെ ഇടയ്ക്ക് ഒരു തവണ ഞങ്ങൾ ട്രൈ ചെയ്തിട്ടുള്ളൂ. അതുപോലും മര്യാദയ്ക്ക് നടന്നിട്ടില്ല. അതുകൊണ്ട് വേറെ ആരെങ്കിലും നോക്കാൻ അവളോട് പറയുന്നു. ഇത് കേട്ടതും ഋഷു ആകെ തകർന്നു പോകുന്നു. ആ പെൺകുട്ടിയുടെ മുന്നിൽ വെച്ചിട്ട് റാണി അവനെ ശരിക്കും നാണം കെടുത്തിയിരുന്നു. വീട്ടിൽ വന്നിട്ട് അവള് അമ്മയെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, ഞാൻ കുറച്ചു ദിവസം വീട്ടിലേക്ക് വന്ന് നിന്നോട്ടെ എന്ന്. എന്നാൽ അവള് തിരിച്ച് അങ്ങോട്ടേക്ക് വരുന്നത് അവർക്ക് ഇഷ്ടമല്ലായിരുന്നു. അതുകൊണ്ട് ഇങ്ങോട്ട് വരണ്ട എന്നും ഞങ്ങളിവിടെ നിന്നും കുറച്ചു ദിവസം അങ്കിളിന്റെ വീട്ടിലേക്ക് പോകുകയാണെന്നും പറയുന്നു. ആ സമയത്താണ് ഋഷു ജോലി കഴിഞ്ഞ് അവിടേക്ക് വരുന്നത്. അവള് ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കണ്ടതും അവൻ നേരെ അടുക്കളയിലേക്ക് പോകുന്നു. അവിടെ പോയി എന്തോ ഫുഡ് കഴിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. റാണി പോയി അവനോട് ചോദിക്കുന്നുണ്ട്, ഗോവയ്ക്ക് പോകുന്ന കാര്യം എന്തായി എന്ന്. അവളോടുള്ള ദേഷ്യം കാരണം അവൻ ആ ടിക്കറ്റ് അവളുടെ മുൻപിൽ വെച്ച് തന്നെ വലിച്ചു കീറി കളയുന്നു. വീണ്ടും സീൻ പ്രസന്റിലേക്ക് വരികയാണ്. ആ പോലീസുകാരൻ ഇവരുടെ വീടിന്റെ തൊട്ടടുത്തുള്ള വീട്ടിലൊരു ലേഡിയെ ക്വസ്റ്റ്യൻ ചെയ്യുകയാണ്. ആ ലേഡി പറയുന്ന കഥയാണ് ഇനി കാണിക്കുന്നത്. റാണിക്കും ഋഷുവിനും ഇടയിൽ പ്രശ്നങ്ങളായിരുന്നു. അതിനിടയ്ക്കാണ് ഋഷുവിന്റെ ഒരു കസിൻ നീൽ എന്ന് പറയുന്ന പയ്യൻ അവരുടെ വീട്ടിലേക്ക് താമസിക്കാൻ വരുന്നത്. ടൂറിസ്റ്റുകൾ വരുന്ന സീസണിൽ അവൻ ഇവിടേക്ക് താമസിക്കാൻ വരാറുണ്ട്. അവിടെയുള്ള ടൂറിസ്റ്റുകളെയും കൊണ്ട് അവിടുത്തെ നദിയിൽ അവൻ റാഫ്റ്റിങ്ങിന് പോകുമായിരുന്നു. റാണി നീലിനെ പരിചയപ്പെടുന്നു. നീലിന് ഋഷുവിനെ ഒരുപാട് ഇഷ്ടമായിരുന്നു. ഋഷുവിന്റെ റാണിയുടെ സംസാരം കേട്ടപ്പോൾ തന്നെ നീലിന് മനസ്സിലായി അവർക്കിടയിൽ കാര്യങ്ങളൊന്നും ശരിയല്ല എന്ന്. പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ നീലും റാണിയും സംസാരിക്കുന്നുണ്ട്. നീൽ എക്സസൈസ് ചെയ്യുന്നതെല്ലാം റാണി നോക്കി നിൽക്കുന്നുണ്ട്. അവർക്കിടയിൽ എന്തോ ഒരു കണക്ഷൻ വരാൻ തുടങ്ങിയിരുന്നു. അങ്ങനെ ഒരു ദിവസം നീൽ റാണിയോട് പറയുന്നുണ്ട്, ഒരു ചായ കിട്ടുമോ എന്ന്. അവൾക്കാകട്ടെ ചായ ഇടാൻ അറിയില്ലായിരുന്നു. അവൾ അങ്ങനെ കിച്ചണിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ഋഷു നിൽക്കുന്നത് കാണുന്നുണ്ട്. ഋഷുവിനോട് അവൾ ചോദിക്കുന്നുണ്ട്, നിനക്ക് ചായ വേണോ എന്ന്. അവൻ ഓക്കെ എന്ന് പറയുന്നു. അവൾക്ക് എന്തൊക്കെ സാധനങ്ങൾ എവിടെ ഇരിക്കുന്നതെന്ന് പോലും അറിയില്ലായിരുന്നു. അങ്ങനെ ഋഷു അവളെ ഹെൽപ്പ് ചെയ്യുന്നു. എങ്ങനെയാ ചായ ഉണ്ടാക്കുന്നതെന്ന് പോലും അവൾക്ക് പറഞ്ഞു കൊടുക്കുകയും പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. ചായ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ അവനൊരു കപ്പ് കൊടുത്തിട്ട് അവൾ മറ്റേ കപ്പുമായിട്ട് നേരെ പോകുന്നത് നീലിന്റെ അടുത്തേക്കായിരുന്നു. ശരിക്കും നീലിന് വേണ്ടിയാണ് അവൾ ചായ ഉണ്ടാക്കാൻ വരെ പഠിച്ചത്. പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങളിലെല്ലാം തന്നെ അവൾ യൂട്യൂബ് നോക്കി ഓരോ സാധനങ്ങൾ ഉണ്ടാക്കാൻ പഠിക്കുകയായിരുന്നു. പതിയെ പതിയെ അത് കാരണം റാണിക്കും അമ്മായിയമ്മയ്ക്കും ഇടയിലുള്ള പ്രശ്നങ്ങളും കുറഞ്ഞു തുടങ്ങി. ഋഷു വിചാരിച്ചിരുന്നത് ഇതെല്ലാം അവൾ തനിക്ക് വേണ്ടിയാണ് ചെയ്യുന്നതെന്ന്. എന്നാൽ റാണി ശരിക്കും ഇതെല്ലാം നീലിന് വേണ്ടിയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഒരു ദിവസം റാണിയും ഋഷുവും നീലും ചേർന്നിട്ട് റാഫ്റ്റിങ്ങിന് പോകുമ്പോൾ റാണി അകട്ടെ വെള്ളത്തിലേക്ക് വീഴുന്നു. അന്ന് നീലാണ് അവളെ വെള്ളത്തിലേക്ക് ചാടി രക്ഷിച്ചുകൊണ്ടുവരുന്നത്. അവർക്കിടയിലെ കണക്ഷൻ കൂടി കൂടി വരുന്നു. ഒരു ദിവസം അവൾ ചപ്പാത്തി ഉണ്ടാക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് അവളുടെ മുഖത്തേക്ക് വീണ മുടിയാകട്ടെ നീല് വന്ന് മാറ്റി വെച്ചു കൊടുക്കുന്നുണ്ട്. അവൾ അപ്പോഴൊന്നും പറയാതെ സ്റ്റക്കായി നിന്നെങ്കിലും പിന്നീട് നേരെ അവന്റെ റൂമിലേക്ക് കയറി ചെന്നിട്ട് ഇത് മേലാൽ ഇനി ആവർത്തിക്കരുതെന്ന് പറയുന്നുണ്ട്. അവന്റെ മുഖം ആകെ വല്ലാതെയായി. അവൻ രണ്ടും കൽപ്പിച്ച് അവളെ തന്റെ അടുത്തേക്ക് വലിച്ചെടുപ്പിക്കുന്നു. കുറച്ചുനേരം അവളുടെ കണ്ണിലേക്ക് നോക്കിയതും അവൾ അവനെ കിസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നീട് മാനസികമായിട്ടും ശാരീരികമായിട്ടും അവർ ഒരുപാട് അടുത്തിരുന്നു. ഋഷുവിൽ നിന്ന് അവൾക്ക് കിട്ടാൻ ആഗ്രഹിച്ചതെല്ലാം തന്നെ അവൾക്ക് നീലിൽ നിന്നാണ് കിട്ടിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ റാണിക്ക് നീലിനോടായിരുന്നു പ്രണയം തോന്നി തുടങ്ങിയിരുന്നത്. റാണി ഒരു വെജിറ്റേറിയൻ ആയിരുന്നു. എന്നാൽ നീലും ഋഷുവും നോൺ വെജ് കഴിക്കുന്നവരാണ്. നീലിന് മട്ടൺ കഴിക്കാൻ തോന്നുന്നുണ്ടെന്ന് അവൻ ഒരു ദിവസം പറയുന്നു. ഇവിടെ കുക്ക് ചെയ്യാമെന്ന് റാണി പറയുന്നുണ്ട്. എന്നാൽ എന്റെ അടുക്കളയിൽ കുക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് അവളുടെ അമ്മയമ്മ പറയുന്നുണ്ട്. എന്തായാലും രണ്ടും കൽപ്പിച്ച് അവള് പോയി മട്ടൺ വാങ്ങിച്ചിട്ട് വരുന്നു. കുക്ക് ചെയ്യാൻ തുടങ്ങുമ്പോഴേക്കും അവളുടെ അമ്മയമ്മ പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങി. ഇത് കണ്ട് ഋഷു പറയുന്നുണ്ട് തൽക്കാലം വേറൊരു ഭാഗത്തേക്ക് നമുക്ക് കിച്ചൺ സെറ്റാക്കാമെന്ന്. അങ്ങനെ അവൾക്ക് വേണ്ടിയിട്ട് വീടിന്റെ മറ്റൊരു സ്ഥലത്ത് അവൻ നോൺ വെജ് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കിച്ചൺ സെറ്റാക്കി കൊടുക്കുന്നുണ്ട്.
വെജിറ്റേറിയനായ അവളാകട്ടെ നോൺ വെജ് കുക്ക് ചെയ്യുന്നത് പോലും തനിക്ക് വേണ്ടിയാണെന്ന് ഋഷു തെറ്റിദ്ധരിക്കാൻ തുടങ്ങി. അങ്ങനെ അവൻ അവൾക്ക് വേണ്ടി സെറ്റാക്കി കൊടുത്ത ആ കിച്ചണിലായിരുന്നു സ്ഫോടനം നടന്നിരുന്നത്. വീണ്ടും കഥ പ്രസന്റിലേക്ക് കാണിക്കുന്നു. നീലും റാണിയും ചേർന്ന് തന്നെയാണ് ഋഷുവിനെ കൊന്നതെന്ന് പോലീസുകാർ പറയുന്നു. അവർ വീണ്ടും റാണിയെ ചോദ്യം ചെയ്യാൻ വിളിക്കുന്നുണ്ട്. നീലിനെ പറ്റിയുള്ള കാര്യങ്ങൾ ചോദിക്കുന്നു. അവൾ പറയുന്നതിനിടയ്ക്കെല്ലാം ദിനേശ് പണ്ഡിന്റെ ബുക്കുകളിൽ പറഞ്ഞിട്ടുള്ള വരികൾ എടുത്തെടുത്ത് പറയുന്നുണ്ടായിരുന്നു. നീലുമായിട്ട് തനിക്ക് ശാരീരികവും മാനസികവുമായിട്ടുള്ള അടുപ്പമുണ്ടായിരുന്നു എന്ന് അവൾ സമ്മതിക്കുന്നു. എന്നിട്ട് അന്ന് നടന്ന സംഭവങ്ങളെ പറ്റി പറയുകയാണ്. നീലിന് വേണ്ടിയിട്ട് മട്ടൺ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അവൾ. അതിനിടയ്ക്ക് അവന്റെ അടുത്ത് സംസാരിക്കാൻ അവൾ ചെല്ലുന്നുണ്ട്. നിനക്ക് വേണ്ടിയിട്ടാണ് ആദ്യമായിട്ട് ഞാൻ നോൺ വെജ് കുക്ക് ചെയ്യുന്നതെന്ന് അവൾ പറയുന്നുണ്ട്. അവർ രണ്ടുപേരും ഒരുമിച്ചിരുന്ന ഫോട്ടോസ് ഒക്കെ എടുക്കുന്നു. താൻ അടുത്ത ആഴ്ച ഡൽഹിക്ക് തിരിച്ചു പോകുമെന്ന് അവളോട് അവൻ പറയുന്നു. അവൻ അങ്ങോട്ട് പോകുന്ന സ്ഥിതിക്ക് അടുത്ത ആഴ്ച താനും ഡൽഹിക്ക് വരാമെന്നും പിന്നെ നിന്റെ കൂടെ ഒരുമിച്ച് താമസിക്കാമെന്നും അവൾ പറയുന്നുണ്ട്. അവനത് ചിരിച്ചുകൊണ്ട് സമ്മതിക്കുന്നു. റാണി ആത്മാർത്ഥമായിട്ട് തന്നെയാണ് നീലിനെ പ്രണയിച്ചത്. അങ്ങനെ അവള് മട്ടൻ കറിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് പുറത്തേക്ക് വരുമ്പോഴേക്കും അവളുടെ അമ്മായിമ്മ പറയുന്നുണ്ട് നീൽ ആരോടും പറയാതെ പോയി എന്ന്. ഇത് കേട്ടതും അവൾ ആകെ തകർന്നു പോകുന്നു. കുറച്ചുനേരം ആലോചിച്ചു കഴിഞ്ഞപ്പോൾ റാണിക്ക് മനസ്സിലായി താൻ അവന്റെ തലയിലാകുമെന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ അവൻ ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടതാണെന്ന്. അവന് ശരിക്കും അവളോട് പ്രണയമൊന്നുമില്ലായിരുന്നു. അവളോട് ശാരീരികമായിട്ടൊരു അടുപ്പം മാത്രമാണ് അവന് തോന്നിയിരുന്നത്. താൻ ചതിക്കപ്പെടുമായിരുന്നു മനസ്സിലാക്കിയ റാണി ആകെ തകർന്നിരിക്കുകയായിരുന്നു. ഋഷു ഓഫീസിൽ നിന്ന് വന്നതും റാണി തനിക്ക് വേണ്ടി ഉണ്ടാക്കിയതാണെന്ന് കരുതിയ ആ മട്ടൺ എല്ലാം ഋഷു ഇരുന്ന് കഴിക്കുന്നുണ്ട്. അവൾ മട്ടൺ വെച്ചത് അടിപൊളിയായിട്ടുണ്ടെന്ന് അവൻ പറയുന്നു. എന്നിട്ട് ഇതുവരെ സംഭവിച്ച കാര്യങ്ങളെല്ലാം മറന്നേക്കാനാണ് അവളോട് പറയുന്നത്. നമുക്ക് പുതുതായിട്ട് ആരംഭിക്കാമെന്നും ഒരു ന്യൂ ലൈഫ് തുടങ്ങാമെന്നും പറയുന്നുണ്ട്. എന്നാൽ തകർന്നിരുന്ന റാണിയാകട്ടെ അവനോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയുകയാണ്. ഞാൻ ഈ മട്ടൺ ഉണ്ടാക്കിയത് നീലിന് വേണ്ടിയാണ്. അവനെന്നെ ചതിച്ചിട്ട് പോയി. ഞാൻ ശരിക്കും അവനെ പ്രണയിക്കാൻ തുടങ്ങിയിരുന്നു. അത് കേട്ടതും ഋഷി ഞെട്ടിത്തെറിച്ച് കുറച്ചു നേരം മിണ്ടാതിരുന്നു. എന്നാൽ പിന്നീട് ഒന്നും മിണ്ടാതെ അവിടെ ഇരുന്ന മട്ടൺ കറി മുഴുവൻ അവൻ കഴിച്ചു തീർക്കുകയായിരുന്നു. ഋഷി തന്നോട് ദേഷ്യപ്പെട്ടിരുന്നെങ്കിൽ പോലും തനിക്ക് ഇത്രയും വിഷമം വരില്ലായിരുന്നു എന്ന് അവൾ ആ പോലീസുകാരനോട് പറയുന്നു. എന്നാൽ അവനാകട്ടെ ഒന്നും മിണ്ടാതെ അവിടെ ഇരുന്ന് കഴിക്കുകയായിരുന്നു. അതാണ് എന്നെ ഒരുപാട് തളർത്തിയത്. ഇങ്ങനെ ഒരു അവിഹിതം കൊണ്ടുപോയതിൽ നിനക്ക് ഒരു തരത്തിലുള്ള പശ്ചാത്താപം ഇല്ലെന്ന് ആ പോലീസുകാരൻ ചോദിക്കുന്നു. എന്നാൽ അവള് പറയുന്നുണ്ട് എനിക്ക് പശ്ചാത്താപം ഇല്ല എന്ന്. ഞാൻ നീലിനെ കണ്ടില്ലായിരുന്നുവെങ്കിൽ എനിക്ക് യഥാർത്ഥ ഋഷുവിനെ അറിയാൻ കഴിയില്ലായിരുന്നു. പിന്നീട് അങ്ങോട്ട് ഞാൻ ഋഷുവിന്റെ മറ്റൊരു മുഖമാണ് കാണാൻ തുടങ്ങിയിരുന്നത്. റാണിയെ ചതിച്ചിട്ട് പോയ നീലിനെ തേടി ഋഷു അവന്റെ താമസ സ്ഥലത്തേക്ക് പോകുന്നു. അവനെ പിറകിലൂടെ പോയി ആക്രമിക്കുന്നുണ്ട്. എന്നാൽ നീലിന്റെ മുൻപിൽ ഋഷുവിനെ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. നീൽ അവനെ തല്ലി തോൽപ്പിച്ചിട്ട് അവിടെ നിന്നും പോകുന്നു. എന്നാൽ ഋഷു എപ്പോഴും അവിടെ തളർന്നു തന്നെ ഇരിപ്പായിരുന്നു. ഒടുവിൽ കഷ്ടം തോന്നിയിട്ട് അവൻ വന്ന് ഋഷുവിനോട് സംസാരിക്കുന്നു. താൻ ചെയ്തത് തെറ്റാണെന്ന് താൻ സമ്മതിക്കുന്നു. എനിക്ക് അവളോട് ഒരു അട്രാക്ഷൻ ഒക്കെ തോന്നി. അതിന്റെ ഇടയിൽ അങ്ങനെയൊക്കെ സംഭവിച്ചു. പക്ഷെ നിനക്ക് നിന്റെ വൈഫിന് സാറ്റിസ്ഫാക്ഷൻ കൊടുക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അവൾ ഇങ്ങനെ ഒറ്റപ്പെടില്ലായിരുന്നു. ഇങ്ങനെ മറ്റാരുടെയും കൂടെ പോകില്ലായിരുന്നു എന്നും പറയുന്നു. അവളെപ്പോലെ ഇത്രയും ഹോട്ടായ ഒരു പെൺകുട്ടിയോട് നീ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ കൊണ്ടുപോകുന്നതെന്ന് നീലി ചോദിക്കുന്നുണ്ട്. ഇത് കേട്ട് ഋഷു പറഞ്ഞത് ഇങ്ങനെയായിരുന്നു. എനിക്ക് ആദ്യം റാണിയുടെ ശരീരമായിരുന്നില്ല കീഴടക്കേണ്ടിയിരുന്നത്, അവളുടെ മനസ്സായിരുന്നു എനിക്ക് ആദ്യം കീഴടക്കേണ്ടിയിരുന്നത്. അത് കഴിഞ്ഞിട്ട് മതിയായിരുന്നു എനിക്ക് അവളുടെ ശരീരം. പക്ഷെ അതിനു മുമ്പേ നീ വന്ന് എല്ലാം നശിപ്പിച്ചു. നീലിന്റെ അടുത്ത് നിന്നും തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ റാണി അവന്റെ മുഖത്തെ പാടുകളൊക്കെ കാണുന്നുണ്ടായിരുന്നു. നീ അവനെ ഇത്രയും സ്നേഹിച്ചിട്ടും അവൻ നിന്നെ ചതിച്ചിട്ട് പോയത് കാരണം ഞാൻ അവനോട് പകരം വീട്ടാൻ പോയതാണെന്ന് ഋഷു പറയുന്നു. താൻ ചെയ്ത തെറ്റിനെല്ലാം തന്നെ റാണി മാപ്പ് ചോദിക്കുന്നുണ്ട്. താൻ നീ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുന്നു. ഇവിടെ നിന്നും പൊയ്ക്കൊള്ളാനാണ് ഋഷു പറയുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ അവന്റെ ദേഷ്യത്തിന് അവൻ റാണിയെ കൊന്നുപോലും കളയും. അതുകൊണ്ട് ഇവിടെ കിടന്ന് ചാകണ്ടെങ്കിൽ നീ നിന്റെ വീട്ടിൽ പോയിക്കൊള്ളാൻ അവൻ പറയുന്നു. പിറ്റേന്ന് ഋഷുവിന്റെ അമ്മയും അച്ഛനും അങ്കിളിന്റെ വീട്ടിലേക്ക് പോവുകയായിരുന്നു. ആ സമയം തന്നെ റാണിയും തന്റെ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്യുന്നു. ഋഷുവിനോട് പറഞ്ഞിട്ട് അവളും തന്റെ വീട്ടിലേക്ക് പോകാൻ റെഡിയാവുകയായിരുന്നു. സ്റ്റേഷൻ വരെ തന്നെ കൊണ്ടാക്കുമോ എന്ന് ചോദിക്കുമ്പോൾ ഋഷ പിടിച്ചു പോകാനാണ് ഋഷു പറയുന്നത്. അങ്ങനെ അവൾ സാധനങ്ങളുമായിട്ട് താഴെ വന്ന് ഒരു ഓട്ടോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. നീലിന്റെ പഴയ ഫ്രണ്ട്സ് എല്ലാം അവിടെ ഉണ്ടായിരുന്നു. നീലും റാണിയും തമ്മിലുള്ള ബന്ധമെല്ലാം അവന്റെ ഫ്രണ്ട്സിന് അറിയാമായിരുന്നു. അത് കാരണം നീലിന്റെ ഫ്രണ്ട്സ് റാണിയെ ഓരോന്ന് പറഞ്ഞ് കളിയാക്കാൻ തുടങ്ങി. അത് കണ്ടപ്പോൾ ഋഷു റാണിയോട് അകത്തേക്ക് കയറി നിൽക്കാൻ പറയുന്നു. അവൻ വഴിയെ പോകുന്ന ഓരോ ഓട്ടോയ്ക്കും കൈ കാണിക്കുന്നുണ്ടായിരുന്നു. അവസാനം ഒരു ഓട്ടോ നിർത്തിയതും റാണിയുടെ സാധനങ്ങളെല്ലാം അതിലേക്ക് കയറ്റി വെക്കുന്നു. അപ്പോഴും ആ പയ്യന്മാര് ഋഷുവിനെ റാണിയൊക്കെ കളിയാക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ഇതെല്ലാം കേട്ടിട്ട് ദേഷ്യം വരികയായിരുന്നു റാണിക്ക്. ഒടുവിൽ സഹികെട്ട റാണിയാകട്ടെ ഓട്ടോയിലേക്ക് ഋഷു എടുത്തു വെച്ച പെട്ടികളെല്ലാം തന്നെ താഴേക്ക് എടുത്തു വെക്കുന്നു. ഞാൻ എങ്ങോട്ടും പോകുന്നില്ല എന്നും ഇവിടെ തന്നെ നിൽക്കുകയാണെന്ന് അവൾ പറയുന്നുണ്ട്. നീ എനിക്ക് എന്ത് ശിക്ഷ വേണമെങ്കിലും തന്നോ, എല്ലാം സഹിക്കാൻ ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞിട്ട് അവൾ വീടിനുള്ളിലേക്ക് കയറിപ്പോകുന്നു. എന്നാൽ പിന്നീടുള്ള ദിവസങ്ങളിലെല്ലാം റാണി ഋഷുവിന്റെ മറ്റൊരു മുഖമാണ് കാണാൻ തുടങ്ങിയത്. റാണിയെ പല രീതിയിലും അവൻ അപായപ്പെടുത്താൻ ശ്രമിക്കുകയുണ്ടായി. അവൾ നടന്നു വരുന്ന വഴിക്ക് സ്റ്റെപ്പിൽ പേപ്പർ സോപ്പ് ഇടുകയും അങ്ങനെ അവൾ അവിടെ നിന്ന് മറിഞ്ഞു വീഴുകയും ചെയ്യുന്നുണ്ട്. ഇതെല്ലാം അവനാ ചെയ്യുന്നതെന്ന് അവൾക്ക് മനസ്സിലായി. അവൾ വേദനിക്കുമ്പോഴെല്ലാം ഋഷു നോക്കി നിന്ന് ചിരിക്കുകയായിരുന്നു. ഒരു ദിവസം ഗ്യാസിന്റെ കുറച്ച് ഭാഗം അവൻ ലീക്കാക്കി വെക്കുന്നുണ്ട്. അവൾ ഗ്യാസിന്റെ അടുത്തേക്ക് വന്ന് തീ കത്തിച്ചതും അവളുടെ കൈ നന്നായി പൊള്ളുന്നു. താൻ ഋഷുവിനോട് ചെയ്തതിനെല്ലാം തന്നെ ഋഷു തന്നോട് ഇങ്ങനെ ഓരോന്ന് കാണിച്ച് പകരം വീട്ടുകയാണെന്ന് റാണിക്ക് മനസ്സിലായി. എന്നാൽ റാണിക്ക് അതിലൊന്നും തന്നെ ഒരു വിഷമവുമില്ലായിരുന്നു. കാരണം അത് അവൾ അർഹിക്കുന്നതാണെന്ന് അവൾക്കറിയാം. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. അവൻ എന്തെങ്കിലും അവളോട് ക്ഷമിക്കുമെന്ന് അവൾ വിശ്വസിച്ചു. ഒരു ദിവസം തന്റെ കൂട്ടുകാരനോട് പോലും
നീലിനോടാണെങ്കിലും അവളെപ്പറ്റി അവൻ മോശമായി പറയാൻ തുടങ്ങി. നീലിന്റെ കൂടെ എങ്ങനെയൊക്കെയായിരുന്നു അവളെന്ന് അവന്റെ കൂട്ടുകാരനോട് അവൻ പറയുന്നുണ്ടായിരുന്നു. ഇത് കേട്ടതും റാണിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. അവന്റെ കൂട്ടുകാരൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി കഴിഞ്ഞപ്പോൾ അവൾ പറയുന്നുണ്ട്, ഇനിയും നിനക്ക് എന്നോട് ക്ഷമിക്കാൻ കഴിയില്ലെങ്കിൽ ഞാൻ വേണമെങ്കിൽ ഇവിടെ നിന്ന് ചാടി മരിക്കാമെന്ന്. നിനക്ക് വേണമെങ്കിൽ ഒറ്റത്തള്ളിനെ എന്നെ ഇവിടെ നിന്നും തള്ളിയിട്ട് കൊല്ലാമെന്നും പറയുന്നു. എന്നാൽ അവൾ വീഴുന്നതിന് മുൻപേ അവൻ പിടിക്കുന്നുണ്ട്. അവൾ താൻ ചെയ്ത തെറ്റിനെല്ലാം വീണ്ടും വീണ്ടും അവനോട് മാപ്പ് പറയുന്നു. പഴയ പോലെ നീ എന്നെ ഒരുപാട് സ്നേഹിക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഒരു തുള്ളി സ്നേഹമെങ്കിലും നീ എനിക്ക് തന്നാ മതിയെന്നും അതുകൊണ്ട് ഞാൻ ജീവിതകാലം മുഴുവൻ നിന്റെ കൂടെ കഴിഞ്ഞോളാമെന്നും അവൾ പറയുന്നു. പരസ്പരം അവർ രണ്ടുപേരും ഓരോന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങി. അവസാനം അവൾ പറയുന്നുണ്ട്, നമുക്ക് ഒന്നുകൂടി ആദ്യം മുതൽ സ്റ്റാർട്ട് ചെയ്തൂടെ എന്ന്. ഋഷുവിനും അത് സമ്മതമായിരുന്നു. അങ്ങനെ പതിയെ പതിയെ ഓരോ ദിവസങ്ങൾ കടന്നു പോകും തോറും അവർക്കിടയിലെ പ്രശ്നങ്ങളൊക്കെ മാറാൻ തുടങ്ങി. ഋഷു പഴയ പോലെ തന്നെ റാണിയെ സ്നേഹിക്കാൻ ആരംഭിച്ചു. റാണിയും എല്ലാം മറന്നിട്ട് ഋഷുവിനെ സ്നേഹിക്കാൻ തുടങ്ങി. റാണിയും അവളുടെ അമ്മായിയമ്മയും തമ്മിലുള്ള പ്രശ്നങ്ങളെല്ലാം തന്നെ പൂർണ്ണമായിട്ട് മാറിയിരുന്നു. അവർ രണ്ടുപേരും ഇപ്പോൾ നല്ല കൂട്ടുകാരായി. ദിനേശ് പണ്ഡിറ്റിന്റെ ബുക്കുകളൊക്കെ റാണി അമ്മായിയമ്മയെ പോലും വായിച്ച് കേൾപ്പിക്കാൻ തുടങ്ങി. അവർ രണ്ടുപേരുടെയും ഇടയിലെ ബോണ്ടിങ് കണ്ടപ്പോൾ ഋഷുവിനും ഋഷുവിന്റെ അച്ഛനും ഒരുപാട് സന്തോഷം തോന്നി. അങ്ങനെ ഒരു ദിവസം അവർ ഒരുമിച്ച് പുറത്തു പോവുകയായിരുന്നു. ഒരു മാളിൽ പോയിട്ട് ഇറങ്ങുന്ന വഴിക്ക് അവിടെ വെച്ച് അവർ നീലിനെ കാണുന്നു. നീലിന്റെ കൂടെ മറ്റൊരു പെൺകുട്ടിയും ഉണ്ടായിരുന്നു. നീല് ഋഷുവിനെ റാണിയും കളിയാക്കിക്കൊണ്ട് ഓരോന്ന് പറയുന്നു. ദേഷ്യം വന്ന റാണി ഇറങ്ങിപ്പോയി അവന്റെ ബൈക്കിന്റെ മിറർ ഒടിച്ചു കളയുന്നു. അതുകൊണ്ട് നീല് തിരിച്ചും അവരുടെ കാറിന്റെ മിററും ഒടിച്ചു കളയുന്നുണ്ട്. എന്നിട്ട് അവിടെ നിന്നും ബൈക്ക് എടുത്തുകൊണ്ട് പോകുന്നു. ഇതെല്ലാം കണ്ട് ദേഷ്യം വന്ന ഋഷു ആകട്ടെ അവനെ ഫോളോ ചെയ്ത് പോകുന്നുണ്ട്. ആളൊഴിഞ്ഞൊരു സ്ഥലത്തേക്കാണ് നീല് പോയിക്കൊണ്ടിരുന്നത്. ഋഷു പുറകെ കാറിലും. നീലിനോടുള്ള ദേഷ്യം എല്ലാം തന്നെ ഋഷുവിന്റെ മനസ്സിൽ കിടക്കുന്ന കാരണം അവനെ ഫോളോ ചെയ്ത് അവന്റെ ബൈക്കിന്റെ ബാക്കിൽ കുറെ തവണ ഋഷു ഇടിക്കുന്നുണ്ട്. അങ്ങനെ കുറെ നേരം ചേസ് ചെയ്ത് കഴിയുമ്പോഴേക്കും നീല് രക്ഷപ്പെട്ടു പോകുന്നു. ഋഷുവിന്റെ കാറാകട്ടെ അവിടെ കുടുങ്ങി പോവുകയും ചെയ്യുകയാണ്. എങ്ങനെയൊക്കെ കാറുമായിട്ട് അവരുടെ വർക്ക്ഷോപ്പിൽ എത്തുന്നുണ്ട്. കുറച്ചു നേരം എടുക്കുമായിരുന്നു അത് ശരിയാക്കി കിട്ടാൻ. ആ വർക്ക്ഷോപ്പിന്റെ ബാക്കിലായിട്ട് അവർ രണ്ടുപേരും ഓരോന്ന് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. അവൾക്ക് വേണ്ടിയിട്ട് ദിനേശ് പണ്ഡിറ്റിന്റെ ബുക്കുകൾ അവൻ വായിച്ചു തുടങ്ങിയ കാര്യവും അവൻ പറയുന്നുണ്ട്. അതിലെ ഡയലോഗുകൾ അവർ ഒരുമിച്ച് പറയുന്നുണ്ട്. അതിനിടയ്ക്ക് ഋഷു അവളെ കിസ് ചെയ്യുന്നു. അവൾ തിരിച്ചു അവനെ കിസ് ചെയ്യുന്നുണ്ട്. അന്ന് ആദ്യമായി ഒരുപാട് സന്തോഷത്തോടു കൂടി പൂർണ്ണ മനസ്സാലും ശരീരത്താലും അവർ ഒന്നായി. പോലീസുകാർ വീണ്ടും കേസന്വേഷണവുമായിട്ട് ഋഷുവിന്റെ ആ വീടിന്റെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. ആ സ്ഫോടനം നടന്ന ദിവസം 2:30 നീല് വീടിനുള്ളിലേക്ക് കയറി പോകുന്നു. അത് കഴിഞ്ഞ് 15 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് ഋഷു അകത്തേക്ക് കയറി പോകുന്നത്. കുറച്ചു സമയം കഴിഞ്ഞിട്ടാണ് റാണി പുറത്തേക്ക് ഇറങ്ങി വരുന്നത്. പുറത്തേക്ക് ഇറങ്ങി വന്ന റാണി ആകട്ടെ ഡോർ അടയ്ക്കാൻ മറന്നു പോയിരുന്നു. അവിടെ കളിച്ചുകൊണ്ടിരുന്ന ഒരു പെൺകുട്ടിയോട് പറയുന്നുണ്ട് ആ ഡോർ ക്ലോസ് ചെയ്യാൻ ഋഷുവിനോട് പോയി പറയാൻ. അങ്ങനെ ആ പെൺകുട്ടി പറയാൻ ചെല്ലുമ്പോഴേക്കും അകത്തു നിന്നും ഡോർ ക്ലോസ് ചെയ്യുന്നത് നീലായിരുന്നു. ആ സ്ഫോടനം നടന്ന ദിവസം 3:15 മുതൽ 4:15 വരെ റാണി ഒരു റിക്ഷാവാലയുടെ കൂടെ തന്നെയായിരുന്നു. മാർക്കറ്റിൽ പോയിട്ട് ഓരോ സാധനങ്ങൾ വാങ്ങിക്കുന്നതെല്ലാം തന്നെ ആ റിക്ഷാവാല കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. സാധനങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ തിരിച്ചു ഒരു ഓട്ടം കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ആ റിക്ഷാവാല അവിടെ തന്നെ വെയിറ്റ് ചെയ്യുകയായിരുന്നു. അങ്ങനെ സാധനങ്ങളെല്ലാം വാങ്ങിയിട്ട് മാഡത്തിനെ ഞാൻ തിരിച്ച് ഇവിടെ തന്നെ കൊണ്ടുവന്നു. അവരെ ഇറക്കി കഴിഞ്ഞപ്പോഴാകട്ടെ അവരുടെ അടുത്തേക്ക് വന്ന നായ്ക്കൾക്കെല്ലാം അവർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയ കുറെ ഇറച്ചി കഷ്ണങ്ങൾ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് ആ സ്ഫോടനം നടന്നത്. അപ്പോഴും പോലീസുകാരുടെ ചിന്ത ഇവിടെ ഹസ്ബൻഡിനെയും നീലിനെയും ഒറ്റയ്ക്കാക്കിയിട്ട് ആ സമയത്ത് തന്നെ റാണി എന്തിനാണ് മാർക്കറ്റിലേക്ക് പോയതെന്നായിരുന്നു. ഇനി കൊല ചെയ്യാൻ ഉപയോഗിച്ച ആയുധം ഒളിപ്പിക്കാനായിരിക്കുമോ എന്ന് പോലും പോലീസുകാർ ചിന്തിക്കുന്നു. റാണി തന്നെയാണ് കൊലയാളി എന്ന് തെളിയിക്കാനുള്ള എല്ലാ തെളിവുകളും കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിലായിരുന്നു പോലീസുകാർ. അതിനിടെ അവർക്കൊരു വീഡിയോ കിട്ടുന്നുണ്ട്. ആ സ്ഫോടനം നടക്കുന്ന സമയത്താകട്ടെ ആ നദിയിലൂടെ ആരോ നീന്തി പോകുന്നത് അവർ കാണുന്നു. അധികം ക്ലിയർ അല്ലാത്ത ആ വീഡിയോയിൽ നിന്നും അവർ ഊഹിച്ചെടുക്കുന്നുണ്ടത് നീല് തന്നെയാണെന്ന്. എന്നാൽ കിഷോറിന്റെ ഉയർന്ന ഉദ്യോഗസ്ഥർ അവിടേക്ക് വന്നപ്പോഴേക്കും കിഷോറിനെ ഒരുപാട് വഴക്ക് പറയുന്നുണ്ട്. ഈ കേസിന്റെ പിറകെ നടക്കാതെ വേറെ ഒരുപാട് കേസുകൾ നടക്കുന്നുണ്ട്, അതൊക്കെ എടുത്ത് നോക്കാനാണ് അയാളോട് പറയുന്നത്. എന്നാൽ ഇത് എത്രയും പെട്ടെന്ന് ഞാൻ കംപ്ലീറ്റ് ചെയ്യുമെന്നായിരുന്നു കിഷോർ പറയുന്നത്. കാരണം റാണിയെ നുണപരിശോധനയ്ക്ക് വിധേയമാക്കാനുള്ള കോടതി ഉത്തരവ് കിട്ടിയിരിക്കുകയാണ്. അതും കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കേസ് തെളിയുമെന്ന് തന്നെയാണ് കിഷോർ പറയുന്നത്. അന്ന് വൈകുന്നേരവും അവർ ഒരുപാട് നേരം റാണിയെ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്. നിന്റെ ലവർ എങ്ങോട്ടാണ് രക്ഷപ്പെട്ടതെന്നും മർഡർ ചെയ്യാൻ ഉപയോഗിച്ച വെപ്പൺ എവിടെയെന്നൊക്കെ അവളോട് ചോദിക്കുന്നു. താനൊന്നും ചെയ്തിട്ടില്ലെന്ന് അവൾ വീണ്ടും വീണ്ടും പറയുന്നു. അവരവളെ ഒരുപാട് അടിക്കുന്നുണ്ട്. കുറെ നേരം കഴിയുമ്പോൾ അവളോട് വീട്ടിലേക്ക് പോയിക്കൊള്ളാൻ പറയുന്നു. അവൾ മുടന്തിയാണ് അവിടെ നിന്നും നടന്നു പോകുന്നത്. അവൾ വീട്ടിലെത്തി കഴിയുമ്പോൾ ഋഷുവിന്റെ അമ്മയ്ക്കും അച്ഛനും പോലും അവളുടെ അവസ്ഥ കണ്ടിട്ട് ഒരുപാട് വിഷമം തോന്നുന്നു. അവളോട് ഡോക്ടറിന്റെ അടുത്തേക്ക് നാളെ പോകാമെന്ന് പറയുന്നുണ്ട്. എന്നാൽ നാളെ വീണ്ടും പോലീസ് സ്റ്റേഷനിൽ പോകണമെന്നാണ് അവൾ പറയുന്നത്. പിറ്റേന്നാണ് അവളെ നുണപരിശോധനയ്ക്ക് വിധേയമാക്കാനിരുന്നത്. അവിടെ ചെന്നതും അവളാകട്ടെ ടോയ്ലറ്റിൽ പോകണമെന്ന് പറഞ്ഞിട്ട് ടോയ്ലറ്റിനുള്ളിലേക്ക് കടക്കുന്നു. എന്നിട്ട് തന്റെ കയ്യിൽ സൂക്ഷിച്ചിരുന്ന ആണിയാകട്ടെ ചെരുപ്പിനുള്ളിലൂടെ തുളച്ച് അവളുടെ കാലിലേക്ക് കൊള്ളിക്കുന്ന രീതിയിൽ വയ്ക്കുന്നുണ്ട്. ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഹാർട്ട് ബീറ്റിന്റെ വേരിയേഷൻ അനുസരിച്ചാണ് അവർ പറയുന്നത് സത്യങ്ങളാണോ കള്ളാണോ
കള്ളങ്ങളാണോ എന്ന് മനസ്സിലാക്കുന്നത്. എന്നാൽ ഓൾറെഡി തന്നെ അവളുടെ കാലിൽ നിന്ന് ബ്ലഡ് പോയിക്കൊണ്ടിരിക്കുന്ന കാരണം നല്ല വേദനയുണ്ടായിരുന്നു. അത് അവളുടെ ഹാർട്ട് ബീറ്റ് കൂട്ടിക്കൊണ്ടേയിരുന്നു. അവളോട് റിലാക്സ് ആയിട്ടിരിക്കാൻ അയാൾ പറയുന്നുണ്ട്. ആ സ്ഫോടനം നടന്ന ദിവസം എന്താണ് ശരിക്കും നടന്നതെന്ന് അവളോട് ചോദിക്കുന്നു. അന്ന് ഋഷുവിന്റെ അച്ഛനും അമ്മയും പുറത്തേക്ക് പോയിരിക്കുകയായിരുന്നു. ഋഷുവിന്റെ കൂട്ടുകാരെ എല്ലാം തന്നെ വീട്ടിലേക്ക് ആഹാരം കഴിക്കാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഋഷു ഓഫീസിൽ നിന്ന് വരുമ്പോഴേക്കും സാധനങ്ങളെല്ലാം വാങ്ങിയിട്ട് വരാൻ റാണി പറഞ്ഞിരുന്നു. എന്നാൽ ഋഷു ഓഫീസിൽ പോകാതെ സാധനങ്ങളും വാങ്ങി നേരത്തെ തന്നെ വീട്ടിലേക്ക് വന്നു. ആ സമയത്ത് ഞാനും നീലും തമ്മിൽ അവിടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. ഋഷുവിനെ കണ്ടതും ഞങ്ങളെ തമ്മിൽ തെറ്റിക്കാൻ വേണ്ടിയിട്ട് നീലു പറഞ്ഞു ഞാൻ അവന്റെ കൂടെ വരാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുകയാണെന്ന്. എന്നാൽ അങ്ങനെയല്ലാന്ന് ഞാൻ ഋഷുവിന്റെ അടുത്ത് പറഞ്ഞായിരുന്നു. പക്ഷെ ഋഷു എന്നോട് തൽക്കാലം അവിടെ നിന്നും പോകാനാണ് പറഞ്ഞത്. അവന് നീലിനോട് എന്തോ സംസാരിക്കണമെന്ന് പറഞ്ഞ് എന്നെ അവിടെ നിന്നും പറഞ്ഞു വിട്ടു. മാർക്കറ്റിൽ നിന്ന് സാധനം വാങ്ങണമായിരുന്നു. അതുകൊണ്ട് ഞാൻ സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് സഞ്ജിയും എടുത്ത് മാർക്കറ്റിലേക്ക് പോകാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങി. ഡോർ തുറന്നു കിടക്കുന്ന കണ്ടിട്ട് ഞാനാണ് ആ കുട്ടിയോട് പറഞ്ഞത് ഡോർ നടച്ചേക്കാൻ ഋഷുവിനോട് പറഞ്ഞേക്കാൻ. അങ്ങനെ മാർക്കറ്റിൽ പോയി അവൾ സാധനങ്ങളും വാങ്ങിയ ശേഷം തിരിച്ചവിടെ വന്ന് അവിടെ ഉണ്ടായിരുന്ന പട്ടികൾക്ക് കുറെ ഇറച്ചി കഷ്ണങ്ങൾ കൊടുത്തുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് ആ സ്ഫോടനം നടക്കുന്നത്. അവളുടെ ഹാർട്ട് ബീറ്റിൽ ഒരു വേരിയേഷനും അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. കാരണം തുടക്കം മുതൽ അവസാനം വരെ അവളുടെ ഹാർട്ട് ബീറ്റ് കൂടി തന്നെ ഇരിക്കുകയായിരുന്നു. അതെന്തുകൊണ്ടാണ് അങ്ങനെയെന്ന് അവർക്ക് എത്ര ചിന്തിച്ചിട്ടും മനസ്സിലായില്ല. അപ്പോഴാണ് ഇതെല്ലാം കഴിഞ്ഞിട്ട് റാണി പുറത്തേക്ക് ഇറങ്ങി പോകുന്നത് അവർ ശ്രദ്ധിക്കുന്നത്. റാണിയുടെ കാലിലെ ചെരുപ്പ് കണ്ടിട്ട് അയാൾ ചോദിക്കുന്നുണ്ട് റാണി സ്ഥിരമായിട്ട് ഈ ചെരുപ്പ് തന്നെയാണോ ഇടുന്നതെന്ന്. അവരങ്ങനെ റാണിയുടെ ആ ചെരുപ്പ് പരിശോധിക്കാൻ തീരുമാനിക്കുന്നു. അതിനുള്ളിൽ അവൾ തിരികെ വെച്ചിരുന്ന ആ ആണി അവർ കണ്ടെത്തുന്നുണ്ട്. അതിന്റെ സഹായത്താലാണ് അവൾ ഈ ഹാർട്ട് ബീറ്റ് നിയന്ത്രിച്ചതെന്ന് അവർക്ക് മനസ്സിലായി. അവരത് കാരണം അവളുടെ നുണപരിശോധന ഒരിക്കൽ കൂടി നടത്താൻ തീരുമാനിക്കുന്നു. അതിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യനുകൾ ഇങ്ങനെയായിരുന്നു. നിങ്ങളുടെ ലവറാണോ നിങ്ങളുടെ ഹസ്ബൻഡിനെ കൊന്നതെന്ന്? അല്ലാന്ന് അവൾ പറയുന്നു. നിങ്ങളാണോ നിങ്ങളുടെ ഹസ്ബൻഡിനെ കൊന്നതെന്ന് ചോദിക്കുന്നു. അതും അല്ലാന്ന് അവൾ പറയുന്നു. അവളുടെ ഹാർട്ട് ബീറ്റിൽ ഒരു വ്യത്യാസവും അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. ആ പ്രതീക്ഷയെ നഷ്ടപ്പെട്ട കാരണം കിഷോറിന് പിന്നെ തന്റെ സീനിയേഴ്സിനോട് ഒന്നും തന്നെ പറയാൻ സാധിച്ചില്ല. ഈ കേസ് ഇവിടം കൊണ്ട് തന്നെ ക്ലോസ് ചെയ്യണമെന്ന് സീനിയേഴ്സ് പറയുന്നുണ്ട്. അങ്ങനെ ആ കേസ് അവിടെ ക്ലോസ് ചെയ്യുകയാണ്. എന്നാലും കിഷോർ ഉറച്ചു വിശ്വസിച്ചു റാണി തന്നെയാണ് അവളുടെ ഹസ്ബൻഡിനെ കൊന്നതെന്ന്. ഒഫീഷ്യലായിട്ട് ആ കേസ് അവിടെ ക്ലോസ് ചെയ്തെങ്കിലും സത്യാവസ്ഥ എങ്ങനെയും കണ്ടെത്തണമെന്ന് അയാൾ ആഗ്രഹിച്ചിരുന്നു. അങ്ങനെ കിഷോർ അവിടെ നിന്നും തന്റെ നാട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ട്രെയിൻ പിടിക്കാൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയായിരുന്നു. അവിടെ അയാൾ ഒരു കടയിൽ ദിനേശ് പണ്ഡിറ്റിന്റെ ഒരുപാട് ബുക്കുകൾ കാണുന്നുണ്ട്. എപ്പോഴും റാണി ഒരു ബുക്കിലെ കോഡ്സ് അയാളെ പറഞ്ഞു കേൾപ്പിക്കുമായിരുന്നു. ആ ബുക്ക് അയാൾ അവിടെ നിന്നും വാങ്ങിക്കുന്നു. ട്രെയിനിലിരുന്ന് ആ ബുക്ക് അയാൾ വായിക്കുമ്പോഴാണ് റാണി ശരിക്കും എന്താണ് ചെയ്തതെന്നുള്ള കാര്യം അയാൾക്ക് മനസ്സിലാകുന്നത്. അന്ന് ഫ്രണ്ട്സിന് വേണ്ടി ഫുഡ് ഉണ്ടാക്കാനുള്ള സാധനങ്ങളുടെ ലിസ്റ്റ് എല്ലാം തന്നെ ഋഷുവിന് അവൾ അയച്ചു കൊടുത്തിരുന്നു. ഋഷു വൈകിട്ട് വരുമ്പോൾ വാങ്ങിയിട്ട് വരാമെന്ന് അവൻ പറയുന്നുണ്ട്. എന്നാൽ പെട്ടെന്ന് തന്നെ റാണിയുടെ അടുത്തേക്ക് എത്താനുള്ള അവന്റെ ആഗ്രഹം കാരണം അവൻ സാധനവും വാങ്ങിയിട്ട് നേരത്തെ തന്നെ വീട്ടിലേക്ക് വരുന്നു. ആ സമയത്ത് നീൽ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. നീൽ അവളോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഋഷുവിനെ കണ്ടതും അവരെ തമ്മിൽ തെറ്റിക്കാൻ വേണ്ടിയിട്ട് നീല് പറയുന്നുണ്ട് റാണി എന്റെ കൂടെ വരാൻ തയ്യാറായി നിൽക്കുകയാണെന്ന്. എന്നാൽ ഋഷുവിനറിയായിരുന്നു റാണി ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്ന്. അവനിപ്പോൾ അവളെ പൂർണ്ണ വിശ്വാസമായിരുന്നു. നീല് ശരിക്കും ഋഷുവിനോട് വഴക്കിടാനാണ് വന്നത്. കാരണം നീല് താമസിക്കുന്നിടത്തെല്ലാം തന്നെ ഋഷു ഓൾറെഡി പറഞ്ഞു പരത്തിയിരുന്നു അവൻ ഇതുപോലെ എല്ലാവരും ചതിച്ചിട്ട് പോകുന്നവനാണെന്നും സെക്സിന് വേണ്ടി അവൻ സ്ത്രീകളെ ഉപയോഗിക്കുമെന്നും. അത് കാരണം നീലിന് തന്റെ താമസ സ്ഥലത്ത് അതിയായ നാണക്കേടുണ്ടായി. ആ ദേഷ്യത്തിലാണ് അവൻ ഇപ്പോൾ ഋഷുവുമായിട്ട് വഴക്കിട്ടുകൊണ്ടിരിക്കുന്നത്. തന്നെ നാണം കെടുത്തിയിട്ട് നിങ്ങൾ രണ്ട് സുഖമായിട്ട് ജീവിക്കില്ല എന്ന് പറഞ്ഞിട്ട് അവർ ഒരുമിച്ചുണ്ടായിരുന്നപ്പോൾ എടുത്ത ഫോട്ടോസ് എല്ലാം തന്നെ റാണിയും ഋഷുവിനെയും കാണിക്കുന്നുണ്ട്. താനും റാണിയും തമ്മിലുള്ള ഈ ഫോട്ടോസ് എല്ലാം തന്നെ ഇന്റർനെറ്റിൽ പ്രചരിപ്പിക്കുമെന്നും അവളെ നാണം കെടുത്തുമെന്നും അവൻ പറയുന്നു. ദേഷ്യമെന്ന ഋഷു ആകട്ടെ നീലിനെ അടിക്കുന്നു. അങ്ങനെ അവർ തമ്മിലുള്ള അടിപിടിക്കിടെയാകട്ടെ ഋഷുവിന്റെ കഴുത്ത് ഞെരുക്കുകയായിരുന്നു നീൽ. അവനെ എങ്ങനെയെങ്കിലും രക്ഷിക്കാൻ വേണ്ടിയിട്ട് അകത്ത് ഫ്രീസറിൽ സൂക്ഷിച്ചിരുന്ന ഇറച്ചി കഷ്ണം എടുത്തുകൊണ്ട് വന്ന റാണിയാണ് നീലിന്റെ തലക്കടിക്കുന്നത്. ഋഷുവിനെ രക്ഷിക്കാനായിരുന്നു അവൾ അങ്ങനെ ചെയ്തതെങ്കിലും ആ അടിയിൽ നീൽ മരിച്ചു പോകുന്നു. അബദ്ധത്തിൽ സംഭവിച്ചതാണെങ്കിലും അവൾ ഒരു കൊല ചെയ്തിരിക്കുകയാണ്. പോലീസിനെ വിളിക്കാമെന്ന് അവൾ പറഞ്ഞെങ്കിലും ഋഷു സമ്മതിക്കുന്നില്ല. പോലീസിന് പിടികൊടുത്ത് ജീവിതകാലം മുഴുവൻ ജയിലിലാകാൻ ഞാൻ നിന്നെ വിട്ടുകൊടുക്കില്ല എന്ന് അവൻ പറയുന്നുണ്ട്. പിന്നീട് അവരുടെ മുൻപിൽ ആ ക്രൈം മറയ്ക്കുക എന്നതായിരുന്നു ലക്ഷ്യം. അതിനുവേണ്ടി ദിനേശ് പണ്ഡിന്റെ ബുക്കിൽ പറഞ്ഞ പോലെ ഒരു കാര്യമാണ് അവർ ചെയ്യുന്നത്. ഋഷുവിന്റെ കയ്യിൽ റാണി എന്ന് പച്ച കുത്തിയിട്ടുണ്ട്. ആ കൈ വെട്ടിമാറ്റി അവിടെ ഇടുക. എന്നിട്ട് നീലിന്റെ ശരീരത്തിൽ നിന്നും അതേ കൈ തന്നെ വെട്ടിമാറ്റി കളയുക. നീലിന്റെ ബാക്കി ബോഡി പാർട്സ് എല്ലാം തന്നെ കത്തിക്കുക. കൈ മാത്രമേ ആൾക്കാർ കാണാൻ പാടുള്ളൂ. അപ്പോൾ മരിച്ചത് ഋഷു ആണെന്ന് ആൾക്കാർ വിചാരിച്ചുകൊള്ളും. അങ്ങനെ കൈ വെട്ടി മാറ്റി അവിടെ ഇട്ട ശേഷം നീൽ ധരിച്ചിരുന്ന ജാക്കറ്റ് എടുത്ത് ഋഷു ധരിക്കുന്നു. അവിടെ വീണ്ടിരുന്ന ബ്ലഡ് എല്ലാം തന്നെ അവൾ തുടച്ചു കളയുന്നു. ഋഷു ആകെ അവശ നിലയിലായിരുന്നു. മർഡർ ചെയ്യാൻ ഉപയോഗിച്ച ആ ഇറച്ചി കഷ്ണവുമായിട്ട് അവൾ നേരെ മാർക്കറ്റിലേക്ക് പോകുന്നു. അതേ വലിപ്പത്തിൽ തന്നെയുള്ള മറ്റൊരു ഇറച്ചി കഷ്ണം അവൾ ആ കടയിൽ നിന്നും വാങ്ങുന്നുണ്ട്. അവരിത് കട്ട് ചെയ്ത് തരാൻ തുടങ്ങിയപ്പോൾ അവള് പറയുന്നുണ്ട് നിങ്ങളുടെ കത്തിയിൽ തുരുമ്പുണ്ടെന്നും എനിക്ക് ഇവിടെ നിന്നും കട്ട് ചെയ്യണ്ട എന്ന്. എന്നിട്ട് അവൾ തൊട്ടടുത്ത കടയിൽ പോയി അത് കട്ട് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നുണ്ട്. എന്നാൽ അതിനിടയിൽ അവൾ ആ ഇറച്ചി കഷ്ണം മാറ്റുന്നുണ്ട്. നീലിനെ തലക്കടിക്കാൻ ഉപയോഗിച്ച ഇറച്ചി കഷ്ണമാണ് അവൾ അവിടെ നിന്നും കട്ട് ചെയ്ത് വാങ്ങിക്കുന്നത്. തിരിച്ചു വരുന്ന വഴിക്ക് ആ ഇറച്ചി കഷ്ണങ്ങളാണ് അവൾ തെരുവിലുള്ള നായ്ക്കൾക്ക് കൊടുക്കുന്നത്. അത് കാരണം മർഡർ ചെയ്യാൻ ഉപയോഗിച്ച വെപ്പണെല്ലാം ആ നായ്ക്കൾ തിന്നിരിക്കുന്നു.
റാണി തിരിച്ചു വരാൻ നേരമാകുമ്പോഴേക്കും ഋഷു ആകട്ടെ അവിടെ പൊട്ടിത്തെറി ഉണ്ടാക്കാനുള്ള കാര്യങ്ങൾ ചെയ്തു വെച്ചിരുന്നു. എന്നിട്ട് പുറത്തേക്കിറങ്ങി നദിയിലൂടെ നീന്തി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്. ഒരു കൈ കൊണ്ട് അവന് നീന്താൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. മറ്റേ കൈയിൽ നിന്നും ബ്ലഡ് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോഴേക്കും അവിടെ സ്ഫോടനം നടക്കുന്നു. ഇതെല്ലാം അവരുടെ മാസ്റ്റർ പ്ലാൻ ആയിരുന്നു. ദിനേശ് പണ്ഡിറ്റിന്റെ ബുക്കിൽ ഇതുപോലൊരു ക്രൈം ചെയ്തിട്ടാണ് നായകനും നായികയും രക്ഷപ്പെടുന്നത്. കിഷോർ അത് വായിച്ച് ചിരിക്കുകയാണ്. ഇതെല്ലാം റാണിയുടെയും ഋഷുവിന്റെയും കളിയാണെന്ന് അയാൾക്ക് മനസ്സിലായി. ഋഷു മരിച്ചിട്ടില്ല, മരിച്ചത് നീലായിരുന്നു. പിന്നീട് കാണിക്കുന്നത് കുറെ നാളുകൾക്ക് ശേഷം റാണിയും ഋഷുവും ഒരുമിച്ച് ഒരു റെയിൽവേ സ്റ്റേഷനിലൂടെ നടന്നു പോകുന്നതായിരുന്നു. റാണിയോടുള്ള ആത്മാർത്ഥമായ പ്രണയം കാരണം അവളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് സ്വന്തം കൈ പോലും വെട്ടിമുറിച്ചു മാറ്റാൻ ഋഷു ഒരു നിമിഷം പോലും മടിച്ചു നിന്നില്ല. പോലീസുകാർക്കൊന്നും പിടികൊടുക്കാതെ പുതിയൊരു ജീവിതത്തിലേക്ക് അവർ കടക്കാൻ ആരംഭിക്കുന്നു. അവിടെയാണ് ഈ മൂവി അവസാനിക്കുന്നത്. എന്നാൽ ഈ മൂവിക്ക് ഒരു സെക്കൻഡ് പാർട്ട് കൂടിയുണ്ട്. സത്യങ്ങൾ മനസ്സിലാക്കിയ കിഷോർ വീണ്ടും ഋഷുവിന്റെയും റാണിയുടെയും പിറകെ പോകുന്നതാണ് ആ മൂവിയുടെ സ്റ്റോറി. വീണ്ടും അവർ പോലീസുകാരുടെ കയ്യിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടുമെന്ന് നമുക്ക് ആ സെക്കൻഡ് പാർട്ട് കണ്ടെങ്കിലേ അറിയാൻ സാധിക്കൂ. ഈ മൂവിയുടെ സെക്കൻഡ് പാർട്ടിന്റെ സ്റ്റോറി ആവശ്യമുള്ളവർ താഴെ കമന്റ് ചെയ്യുക. ഈ മൂവി എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.